നമസ്തേ എവരി വൺ. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഈ ഗ്യാസ്, പ്രത്യേകിച്ച് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒരുപാട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാം നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും വളരെ സിമ്പിളാണ്. ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക. ഇപ്പോൾ ബീൻസാണ്, ബ്രൊക്കോളി, കാബേജ്, ഓനിയൻ, അതല്ലെങ്കിൽ നമുക്ക് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്തും ആകാം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നല്ലതുപോലെ ചവച്ച് അരച്ച് ശരിക്കും അത് അനുഭവിച്ച് കഴിക്കുക, എന്നിട്ട് നമ്മൾ വിഴുങ്ങുക. പിന്നെ സ്മോളർ പോർഷൻസ് ആയിട്ട് ചെറിയ ചെറിയ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുക, വലുതായിട്ട് വിഴുങ്ങുന്നതിന് പകരം. അപ്പോൾ അത് വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും ശരി, നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുക, വലിയ കുപ്പിക്കകത്തോടെ നേരെ ഇങ്ങനെ എടുത്ത് കുടിക്കുന്നതിന് പകരം. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം നമ്മൾ കൃത്യമായിട്ട് കുടിക്കുക. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കോൺസ്റ്റിപ്പേഷനൊക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഗ്യാസ് ബിൽഡപ്പ് നമുക്ക് ഒത്തിരി കുറയും. അതുപോലെ തന്നെ ഹൈ ഫാറ്റ് നമ്മൾ കഴിക്കുമ്പോൾ അത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഗ്യാസ് നമുക്ക് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാം. ഫൈബർ നമ്മൾ കൂടുതൽ എടുക്കുമ്പോഴത്തേക്ക് ഗ്രാജ്വലി അവിടെ ഗ്യാസ് നമുക്ക് വരാം, ബ്ലോട്ടിങ് വരാം. അപ്പോൾ ഫൈബർ റിച്ച് ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, ലെഗ്യൂംസ്, ഇതിനകത്തൊക്കെ നമുക്ക് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ചൂയിങ് ഗം, പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിനകത്ത് നമുക്ക് ഇപ്പോൾ ഹാർഡായിട്ടുള്ള ക്യാൻഡീസ് കഴിക്കുമ്പോഴത്തേക്ക്, അപ്പോൾ നമുക്ക് എക്സസ് ആയിട്ട് എയർ നമ്മൾ തന്നെ ചിലപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചില ഡയറ്റിനകത്ത് നമ്മൾ ഒരുപാട് എയർ നമുക്ക് ഉള്ളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ട് വരാം. അതേപോലെ തന്നെ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് നമ്മൾ ഒഴിവാക്കുക. പിന്നെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഗ്യാസ് അല്ലെങ്കിൽ ബ്ലോട്ടിങ് സ്റ്റൊമക്കിൻ്റെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ബീൻസും മുതലായതൊക്കെ ലെഗ്യൂംസ് കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ഇൻഡൈജഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകത്തില്ല. ഗ്യാസ് പ്രൊഡക്ഷൻ നമുക്ക് ഒരുപാട് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് പലപ്പോഴും അറിയാതെ എയർ സോളോ ചെയ്യുന്ന ഹാബിറ്റ് ചിലപ്പോൾ കാണും. നമുക്ക് അത് സൂക്ഷിച്ചിട്ട് അത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ പ്രൊബയോട്ടിക് ഫുഡ് അല്ലെങ്കിൽ നമുക്ക് യോഗട്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നന്നായിട്ട്. അതുപോലെ തന്നെ പ്രൊബയോട്ടിക്കിൻ്റെ സപ്ലിമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഗട്ട് മൈക്രോബിയം നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഹെർബൽ ടീ, ഇല്ല പെപ്പർമിൻറ്റ്, അല്ലെങ്കിൽ ജിഞ്ചർ ടീ, ഇങ്ങനെയുള്ള കാര്യം കൊണ്ട് അവർക്ക് ഒത്തിരി ഡൈജസ്റ്റീവ് ഹെൽപ്പ് കിട്ടാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഡയറി പ്രോഡക്റ്റ് ആയിരിക്കും, പാലിലുള്ള ലാക്ടോസിൻ്റെ ഇൻടോളറൻസ് കൊണ്ട് അവർക്ക് ചിലപ്പോൾ അവർ അറിയുന്നുണ്ടാകത്തില്ല ബ്ലോട്ടിങ് വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു പക്ഷേങ്കിൽ വളരെ ലീൻ പ്രോട്ടീൻ, അപ്പം ചിലപ്പം പ്രശ്നം ഉണ്ടാകും. ചില ആൾക്കാർക്ക് ലീൻ പ്രോട്ടീൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാത്ത ആൾക്കാരുണ്ട്, പോൾട്രി പോലെ. അപ്പോൾ എപ്പോൾ എന്താണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയത് പോൾട്രിയും ഫിഷും ഒക്കെയാണ്. പിന്നെ ഈ ഫാറ്റി മീറ്റൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്കിത് കൂടുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ആവശ്യമനുസരിച്ച് നമുക്ക് അനുസരിച്ച് കഴിക്കാം. ഗ്യാസ് പ്രൊഡക്ഷനെ അത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യും. അപ്പം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഈ ഹൈ ഷുഗർ ഇൻടേക്ക് നമ്മൾ കുറയ്ക്കുന്നതും ഹൈ ഷുഗർ ഇൻടേക്ക് ആയിട്ടുള്ള ബെവറേജസ് നമ്മൾ ഒഴിവാക്കുന്നതും ചിലപ്പോൾ വളരെ നന്നായിരിക്കും. ചില ആൾക്കാർക്ക് ഗ്ലൂട്ടൻ ആയിരിക്കും. അപ്പോൾ ഈ ഗോതമ്പ് അവർക്ക് അലർജി ആയിരിക്കും. ഗ്ലൂട്ടൻ അലർജി ആണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗോതമ്പുള്ള എന്ത് സാധനം കഴിച്ചാലും അവർക്കത് വീറ്റ്, ബാർലി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് തീർച്ചയായിട്ടും ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കോളിഫ്ലവർ ചിലർക്ക്, അതുപോലെ തന്നെ ബ്രസൽസ് സ്പ്രൗട്ട്സ്, കെയിൽ, ഇങ്ങനെയുള്ള സാധനം ചില ആൾക്കാർക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ അത് കുക്ക് ചെയ്ത് കഴിച്ചാൽ, ചിലപ്പം സ്റ്റീം ചെയ്ത് കഴിച്ചാൽ, ബേക്ക് ചെയ്ത് കഴിച്ചാലൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്. നമുക്ക് അതിലേക്ക് മാറ്റി കഴിച്ച് ചിലപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാകും. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഗ്യാസ് ബിൽഡപ്പ് ചെയ്ത് ഡൈജഷനെ സ്റ്റോപ്പ് ചെയ്ത് വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. പിന്നെ നമുക്ക് ഇതും അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാവുന്നത് ഈ കഴിച്ച ഉടനെ പെട്ടെന്ന് കിടക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഡൈജഷൻ നടക്കത്തില്ല. അപ്പോൾ ഗ്യാസ് ചിലപ്പോൾ അവിടെ ബിൽഡപ്പ് ചെയ്യും. അപ്പോൾ ചില ആൾക്കാർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഒട്ടും ഇല്ലാത്തത് കൊണ്ട് വരും. ഓക്കെ, ചിലപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടക്കുന്നതിന് പകരം ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ
എന്നിട്ട് അവർ കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഡീപ്പ് ബ്രീതിങ് എടുത്തു കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് അഫർമേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ അവർക്ക് വളരെ നന്നായിട്ട് റിലീഫ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഇതിനുള്ള എന്തെങ്കിലുമൊക്കെ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അത് റെഗുലറായിട്ട് എടുത്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ചെറിയ അബ്ഡോമിനിൽ ഈ ഫീലിംഗ് എപ്പോഴും നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ചില ആൾക്കാർക്ക് ബെഡ് ഇച്ചിരി പൊക്കി വെച്ചിട്ട് നമ്മൾ കിടക്കുന്നതിൻ്റെ അവിടെ ഒരു സ്വല്പം ഒന്ന് പൊക്കി വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ, പിന്നെ ചില ആൾക്കാർ സ്മോക്കിംഗ് ആയിരിക്കും അവരുടെ ഇതിനകത്ത് വില്ലനായിട്ട്, ഈ ഗ്യാസിൻ്റെ പ്രധാനം. ചിലപ്പം ആൾക്കാർ ഇച്ചിരി ആൽക്കഹോൾ കൂടിപ്പോകുന്നതായിരിക്കാം ഈ പ്രശ്നം ചിലപ്പോൾ വരുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ ഗ്യാസ് ബിൽഡപ്പ് വരുന്നത്. എല്ലാവർക്കും യൂണിവേഴ്സലായിട്ട് നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. ചിലപ്പോൾ സിറ്റിംഗ് പൊസിഷൻ, പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ആയിട്ടല്ലാത്തത് കൊണ്ടോ അവരുടെ പൊസിഷൻ കറക്റ്റ് ചെയ്താൽ മതിയാകും. ഇനി അതുപോലെ അവരെടുക്കുന്ന ഫ്ലൂയിഡിൻ്റെ പ്രശ്നത്തിൽ നിന്ന് വരും. അപ്പോൾ നമുക്കൊരു 2-3 ഇല്ല ഒരാഴ്ചത്തേക്ക് നമ്മൾ ഫുഡിനെ ഓഡിറ്റ് ചെയ്ത് നോക്കുവാണ്. എന്തൊക്കെയാണ് നമ്മൾ കഴിച്ചത്, എന്തൊക്കെ കഴിച്ചപ്പോഴാണ് ഗ്യാസ് ഉണ്ട്, എന്തൊക്കെ കഴിച്ചപ്പോൾ നമുക്ക് ഗ്യാസ് ഒട്ടും ഇല്ലായിരുന്നു എന്നുള്ളതിന് നമ്മൾ ഓഡിറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചിലതിന് നമുക്ക് ഈ ഗ്യാസ് ഒഴിവാക്കാനുള്ള ചില ഭക്ഷണങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അതിനെ കൂടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഗ്യാസിൽ നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫുഡ് ഹൈജീൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴകിയ ഭക്ഷണങ്ങൾ, പിന്നെ ഈ ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കുന്നതിനൊക്കെ കുറച്ച് പ്രോട്ടോക്കോളുണ്ട്. അപ്പോൾ ആ പ്രോട്ടോക്കോൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് ഇത്ര സമയത്തിൽ കൂടുതൽ വെച്ചേക്കാം, അതിൽ സമയത്തിൽ കൂടുതൽ വെച്ചേക്കരുത്. കുക്ക് ചെയ്ത് തണുത്ത് കഴിഞ്ഞാൽ 2 മണിക്കൂറിനകത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ നമ്മൾ ഒരിക്കൽ എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ അപ്പോൾ കഴിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കയറ്റരുത്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച്, അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അതിനെക്കുറിച്ച് കിട്ടും. നമ്മൾ തന്നെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കപ്പോൾ ഈ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു പ്രോട്ടോക്കോൾ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നിട്ട് നമ്മളത് അതേ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതൊരു വലിയ പ്രശ്നമല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും പ്രാക്ടീസ് ഓറൽ ഹൈജീൻ, റെഗുലർ ബ്രഷിങ്, ഫ്ലോസിങ്, ബാക്ടീരിയ ഓവറായിട്ട് വരുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക്, പിന്നെ ഈ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വയറിന് യാതൊരു വിധത്തിലുള്ള വ്യായാമം കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്ക് ചില എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് ഉള്ളത് കംപ്ലീറ്റ് അങ്ങ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതല്ല. ചിലത് നമ്മൾ മെഡിക്കൽ പ്രൊഫഷണൽസിനെ, ഹെൽത്ത് പ്രൊഫഷണൽസിനെ നമ്മൾ കാണുകയും അതിന് എന്ത് ചെയ്യണം. ചിലപ്പോൾ എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ നമ്മൾ നേരിടുന്നുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമുക്ക് റെഗുലറായിട്ട് പ്രശ്നമായിട്ട് വരുന്നതായിട്ട് ഡെഫിനറ്റായിട്ട് നമുക്ക് കാണേണ്ടതുണ്ടാകും. ആ ഒരു ഡയഗ്നോസിസ് ചിലപ്പോൾ ചില എൻഡോസ്കോപ്പി എടുത്ത് കൊളോണോസ്കോപ്പി ചിലപ്പോൾ നോക്കേണ്ടതായിട്ട് വരും. അല്ല, പിന്നെ ചില ആൾക്കാർക്ക് ആൾട്ടർനേറ്റീവ് തെറാപ്പി ആയിരിക്കും കുറച്ചുകൂടി ചിലപ്പോൾ അവർക്ക് സൗകര്യം, അവർക്ക് അത് നോക്കാം തീർച്ചയായിട്ടും. ചിലപ്പോൾ ഡയറ്റീഷ്യനുമായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും, അതിൽ നിന്ന് അവരുടെ പ്രിഫറൻസ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് കുറേ ഐഡിയാസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ കുറച്ചുകൂടെ നാച്ചുറൽ റെമഡീസിലേക്ക് പോകാം. നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻഫർമേഷൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഒരു പഞ്ഞമില്ലല്ലോ, എവിടെ നോക്കിയാലും നമുക്ക്. പിന്നെ ചില ആൾക്കാർക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ അതിനൊരു കൗൺസിലിങ്ങോ ചില ബിഹേവിയറൽ തെറാപ്പിയുടെ ആവശ്യമോ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ചില അപൂർവ ആൾക്കാർക്ക് സൈക്കാട്രിക് ഡിസോർഡർ കൊണ്ട് ഇങ്ങനെ വയറിന് നിത്യം പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുന്ന അതുണ്ട്. ചില ആൾക്കാർക്ക് സൈക്കോസൊമാറ്റിക് ഡിസീസായിട്ട് വയറിനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും 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 ഈ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിലുള്ള, അപ്പോൾ എന്താണല്ലോ അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മളെപ്പോഴും ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് നമ്മളെടുക്കും. ചില ആൾക്കാർക്ക് ഐ ബി എസ് കൂടുതലും വരുന്നത് എന്താണ്, ഈ ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്കൊരു സൈക്കോസൊമാറ്റിക് ഭാഗമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പിന്നെ ഇൻഫ്ലമേറ്ററി ബൗൾ സിൻഡ്രോം IBD എന്ന് പറഞ്ഞിട്ട്, അതും ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടാണ്. അപ്പം ഡൈജസ്റ്റീവ് ഹെൽത്ത് ശരിയായി കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ബാക്ടീരിയൽ സപ്പോർട്ട് കറക്റ്റായിട്ട് കാണത്തില്ല. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇച്ചിരി യോഗട്ടും കൂടെ അതിനകത്ത് നമ്മൾ കഴിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ് നമ്മൾ റെഗുലറായിട്ട് നമുക്കിപ്പം കറക്റ്റായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള യോഗട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസത്തെ ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് ഈ സപ്ലിമെൻ്റ് കൂടെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും സ്ലോലി അത് നമുക്ക് ആ ഒരു പിന്നെ ഗട്ട് ഹെൽത്ത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എല്ലാ പ്രശ്നങ്ങളും പയ്യെ സബ്സിഡൈസ് ചെയ്യും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിലെ ബാക്ടീരിയ, ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്ടീരിയയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഡിപ്രഷൻ വരെ വരാവുന്നതാണ്. അപ്പം നമ്മുടെ ഓവറോൾ
കാര്യങ്ങൾ മുഴുവൻ ഡയറ്ററി ഇതുമായിട്ട്. അപ്പം ഡയറ്ററി സപ്ലിമെൻറ്റ്സിനെ കൊണ്ടും നമുക്ക് ആലോചിക്കാം. നമ്മൾ ലൈഫ് ലൈൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് തന്നെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ മെഡിക്കൽ ഡോക്ടർ തന്നെ ഇരുന്ന് കാലിക്കട്ട് കൊടുക്കുന്ന ഇതുണ്ട്. ലൈഫ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷനും ഫോൺ നമ്പരും ഒക്കെ കിട്ടും. നിങ്ങൾക്ക് അതിൽ കൂടെ വേണമെങ്കിൽ അവരുമായിട്ടും ഇങ്ങനെ ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ കഴിക്കേണ്ടുന്ന എന്തൊക്കെയാണ് നമുക്ക് അതും വേണമെങ്കിൽ ഉപയോഗിക്കാം. ന്യൂട്രീഷണൽ തെറാപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. എനിവേ നിങ്ങൾക്ക് ഇപ്പം ഈ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രൊബയോട്ടിക് വഴിയോ അല്ലെങ്കിൽ ഇത് ഉള്ള ഭക്ഷണം ഒഴിവാക്കിയോ അല്ലെങ്കിൽ ഇത് കുറയാൻ പറ്റിയ ഭക്ഷണം നമ്മുടെ കൂടെ ഉൾപ്പെടുത്തിയോ ഒക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റും. എന്തായാലും നിങ്ങൾക്കൊരു ഓപ്റ്റിമം ഹെൽത്ത് വരട്ടെ, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരട്ടെ. അപ്പം പറ്റുന്ന രീതിയിലെല്ലാം ഈ സംസാരിച്ച് നിങ്ങൾക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.